ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രിഞ്ചാൾ ഫ്രൈ ആണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ നല്ല വലിപ്പമുള്ള ഒരു ബ്രിഞ്ചാൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ കിലോയ്ക്ക് 130 രൂപയായിരുന്നു വില. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം മാത്രമാണ് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഒരെണ്ണം അവന്തു കോളപ്പുറയ്ക്ക് പോയതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് പോയി. അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തതും ചൂട് ചോറും കഴിക്കാൻ. അപ്പോൾ ഒരെണ്ണം ഇവിടെ കുട്ടാപ്പിക്കായിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നോമ്പുകാലമൊക്കെയാണ്, നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രിഞ്ചാൾ ഫ്രൈ നമുക്ക് വേഗം തന്നെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ വഴുതനങ്ങയൊക്കെ കഴിക്കില്ലാത്ത കുട്ടികൾക്ക് ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇത് നമ്മൾ അരിയുമ്പോൾ വെള്ളത്തിലേക്ക് അരിയുക. വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറ പോയാലാണ് ഇവയൊക്കെ കളഞ്ഞ ശേഷം ഇത് നമുക്ക് വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനിത് കട്ട് ചെയ്ത ശേഷം കാണിക്കാം കേട്ടോ. അപ്പം ബ്രിഞ്ചാൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ ചൊവ വരുമ്പോഴാണ് നമുക്ക് ബ്രിഞ്ചാളിനോട് ഒട്ടും ഇഷ്ടമില്ലാത്തത് അത് കഴിക്കാനായിട്ട്. അപ്പം ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞ് ഇത് നന്നായി വട്ടം വട്ടം അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 3-4 നീര് കഴുകി വാരി കഴിയുമ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോവും. എന്നിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്ന ശേഷം കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ ബ്രിഞ്ചാൾ വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് ഇടുവാണേ. കനം കുറച്ച്, ഒരുവിധം കനം കുറച്ച്, തീർത്ത് നൈസുമല്ല, ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തിടുക. വട്ടത്തിൽ ഇങ്ങനെ കണ്ടിച്ച് കൂട്ടുകാരെ റെഡിയാക്കുമ്പോൾ കട്ടിങ് ബോർഡിലോ ഒക്കെ വെച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു 3-4 നീരൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് കാണിക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞാനിതെല്ലാം കഴുകി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞാനിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രിഞ്ചാൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിഞ്ചായിരിക്കണം കേട്ടോ. മൂത്ത് പോയത് എടുത്താൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാകില്ല. അതുകൊണ്ട് പിഞ്ച് എടുക്കുക കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പുപൊടിയാണ് ആഡ് ചെയ്യുന്നത്. പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. അതിൽ ഒരുപാട് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല കേട്ടോ. അപ്പോൾ പാകത്തിന് മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിലേക്ക് ഒന്നെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് ഇതൊന്ന് കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാനിവിടെ വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മസാലയെല്ലാം. മസാല നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇങ്ങനെ ബ്രിഞ്ചാൾ ഇട്ടിട്ട് കുറേശ്ശെ അതിൽ ഒരുപാട് ലൈറ്റ് കട്ടിയിലൊന്നും പുരട്ടി കൊടുക്കണ്ട. ഇങ്ങനെ മസാല എല്ലാം തേച്ച് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രിഞ്ചാളെല്ലാം നല്ലപോലെ മസാലയൊക്കെ പുരട്ടി ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പീസും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അതവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പാത്രത്തിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. ഫ്രണ്ട്സ്, അപ്പം ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ മീനൊക്കെ വറുക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കല് അതുപോലെ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം കാണിക്കാതെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്ലെയിമൊക്കെ കുറച്ചിട്ടേക്കുവാണേ. അപ്പം ആദ്യമേ തീ കൂടിക്കിടന്നു, വേഗം ഞാൻ തീ കുറച്ചിട്ടു കേട്ടോ. അപ്പോൾ തീ കുറച്ചിട്ട് റെഡിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ പ്ലേറ്റ് കുറച്ചുകൂടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കി എടുക്കണം. അപ്പോൾ 2 ട്രിപ്പ് ഇടാനുള്ള ബ്രിഞ്ചാളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആയിട്ട് വന്ന ശേഷം മറിച്ചിടുമ്പോൾ കാണിക്കാവേ.
അപ്പം നല്ല മീനൊക്കെ നമ്മൾ വറുത്തെടുക്കില്ലേ, പൊരിച്ചെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത്തിരി എണ്ണ കൂടിപ്പോയി കേട്ടോ, സ്വല്പം. അപ്പോൾ അടുത്ത ട്രിപ്പ് ഇടുമ്പോൾ ശരിയാവും. പക്ഷെ എന്നാലും ഇത്തിരി കൂടി എണ്ണ കൂട്ടുകാർ ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വറുത്ത് കോരിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കുടെ ഈ മസാലയൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് പോകും എണ്ണയിലേക്ക് വറുത്ത് മുക്കി എടുത്തിടുമ്പം. ഇങ്ങനെയാണെങ്കിൽ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കും, നല്ല എരിവൊക്കെ കാണും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. റെഡിയായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മറിച്ചിടാവേ. ഇതുണ്ടോ, ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മറിച്ചിടുന്നത്. അധികം അങ്ങ് കരിഞ്ഞ് ക്രിസ്പി ആകാത്ത പരുവത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് ക്രിസ്പി ആയിട്ട് വേണ്ടുന്നവരുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ ശേഷം റെഡിയാക്കി എടുക്കാം. എനിക്കിങ്ങനെ റെഡിയാക്കുന്നതാണ് എനിക്കും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ. ഇതുണ്ടോ, മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം മറിച്ചിട്ട ശേഷം കാണിക്കാതെ. ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വശം കൂടെ ഒന്ന് റെഡിയായി വന്നാൽ ബ്രിഞ്ചാൾ ഫ്രൈ റെഡി, വാങ്ങാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി നല്ല മുരിഞ്ഞ ശേഷം വാങ്ങിയാൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ ഈ പരുവത്തിലാണ് കേട്ടോ റെഡിയാക്കുന്നതും കഴിക്കുന്നതൊക്കെ. അപ്പോൾ അത് നല്ല പുറം നല്ല ക്രിസ്പി, ഉള്ളു നല്ല സോഫ്റ്റാണ്. വാരിയിട്ടാൽ വെണ്ണ പോലെ അലിഞ്ഞിറങ്ങുന്ന ബ്രിഞ്ചാൾ ഫ്രൈ കേട്ടോ. അങ്ങനെയാണ് നമുക്കിഷ്ടം, അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി റെഡിയാക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കോരി പ്ലേറ്റിലേക്ക് എടുക്കാവേ. എണ്ണ അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ, ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് കോരിയിട്ടാൽ മതി. എണ്ണ വേഗം വലിഞ്ഞ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ബ്രിഞ്ചാൾ ഫ്രൈ ആണ് നമ്മളിന്ന് റെഡിയാക്കിയത്. അപ്പോൾ ഒരു ട്രിപ്പും കൂടി ഉണ്ട് കേട്ടോ, അത് അടുപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ കുട്ടാപ്പിക്ക് ബ്രിഞ്ചാളായപ്പോൾ വേഗം തന്നെ ഊണ് കഴിക്കണമെന്നായി, അതുകൊണ്ട് ഊണ് കഴിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് ട്രിപ്പിട്ട ബ്രിഞ്ചാളാണിത്. അപ്പം നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുത്താൽ അവർ വയറ് നിറച്ച് ചോറുണ്ണും. ബ്രിഞ്ചാൾ കൂട്ടില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ, യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ കൂട്ടുകാരും തന്നെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.